കോഴിക്കോട് അടക്കം മത്സര ചിത്രം ഏതാണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ? അല്ല, മത്സര ചിത്രം വളരെ വ്യക്തമായല്ലോ. ഇപ്പോൾ കോഴിക്കോട്ട് നോക്കിയാൽ നമ്മളിപ്പോൾ കാണുന്നത് കോഴിക്കോട് മാത്രമല്ല, വടകര നോക്കിയാൽ കാണുന്നത് വടകര മാത്രമല്ല, കേരളത്തിൽ 20 സീറ്റ് നോക്കിയാൽ കേരളം മാത്രമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവേ നമ്മൾ കാണുന്നത് രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ, ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ, ഒപ്പം ആകാശത്തിന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഹിമാചൽ പ്രദേശിൽ വിശ്വാസവഞ്ചന നടത്തിയ കോൺഗ്രസ് പാർട്ടിയാണ്. അതിവിടെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ തെറ്റായ ഒരു പ്രചരണത്തിൽ പെട്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞാണ്. അതിൽ സ്വാധീനിക്കപ്പെട്ട ഒരു സംഭവം രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൂടിയായിരുന്നു. കോൺഗ്രസ് അവിടെ വന്നത് ഇവിടെ വലിയ ക്യാമ്പയിനായി മാറി. എന്നാൽ ഇപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ ജനങ്ങൾ കാണുന്നത്, നമ്മളൊക്കെ കാണുന്നത്, ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിൻ്റെ MLA മാർ കൂറുമാറി BJPക്ക് വോട്ട് ചെയ്ത് BJP വിജയിപ്പിച്ചു. ഇതിന് വലിയൊരു നാണക്കേടുണ്ടോ? ഹിമാചൽ പ്രദേശിൽ 68 നിയമസഭാ സീറ്റിൽ 40 വിജയിച്ചത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചവരാണ്. അവർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയത്തിലെത്തിക്കാൻ കാരണമായത് BJPക്കെതിരെ ഫൈറ്റ് ചെയ്യും എന്നുള്ള ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ്. എന്നിട്ട് അവർ തന്നെ വോട്ട് മാറ്റി ചെയ്യണം. ഇങ്ങനൊരു നാണക്കേടുണ്ടോ? പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ദേശീയ നേതാവാണ് അഭിഷേക് സിംഗ്വി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ രാത്രി ഭക്ഷണം കഴിച്ച ആളുകളാണ് വോട്ട് മാറ്റി ചെയ്തത്, എൻ്റെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവരാണ് മാറ്റി ചെയ്യുന്നത്. മനുഷ്യന്മാർ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് എനിക്കിതിലൂടെ മനസ്സിലായി എന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് കോൺഗ്രസ് ദേശീയ നേതാവ് കോൺഗ്രസിൻ്റെ MLA മാരുടെ മനസ്സ് അറിയാൻ പറ്റുന്നില്ല, ഇവരൊക്കെ ഏതൊക്കെ തരത്തിലാണ് എന്ന് മനസ്സിലായും തുറന്നു പറഞ്ഞിരിക്കുക. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ദുഃഖിക്കുകയാണ്. ആ രാജ്യസഭാ സീറ്റിൽ BJP വിജയിച്ചതിൽ നമ്മളൊക്കെ ദുഃഖിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ BJP സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു ഇതിലെന്തോ അടിയൊഴുക്കുണ്ട്. കാരണം അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. റിസോർട്ടിൻ്റെ രാഷ്ട്രീയവും ലോകമുണ്ടായതിനു ശേഷം ഏറ്റവും അധികം റിസോർട്ടിൽ ഒളിവ് കഴിഞ്ഞത് കോൺഗ്രസ് MLA മാരായിരിക്കും. അത് ഇന്ത്യ രാജ്യത്താണ്. ഇന്ത്യയിലെ കോൺഗ്രസ് MLA മാർ വിവിധ സംസ്ഥാനങ്ങൾ റിസോർട്ടിൽ ഒളിവ് കിടന്നു. BJP മത്സരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഹൈക്കമാൻഡിൻ്റെ പണി? ശ്രദ്ധ കൊടുക്കണ്ടേ? അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPയുടെ ചാരപ്പണി എടുക്കുന്ന നേതാക്കന്മാർ ഹൈക്കമാൻഡിലുണ്ട്, ഇവിടെ താഴത്തെ കമാൻഡിലുണ്ട്. ഇത് തുടരുകയാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മഹാഭൂരിപക്ഷവും BJP വിരുദ്ധ മനസ്സുള്ളവരാണ്. എന്ത് വിശ്വാസത്തിലാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക? കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മലയാളിയുടെ മനസ്സിൽ ഒരു പോസ്റ്റർ പതിയുന്നത് പോലെ പതിയുന്ന സംഭവമാണ് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. അല്ല, ഈ ഹിമാചലൊക്കെ സ്വാധീനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടേക്ക് ഉണ്ടായ TP പദമൊക്കെ ആയിരിക്കില്ലേ കൂടുതൽ സ്വാധീനിക്കുക, പ്രത്യേകിച്ച് വടകരയിലൊക്കെ? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിൽ ഗോവിന്ദ മാഷ് വളരെ വ്യക്തമാക്കിയാണ് കാര്യങ്ങൾ. ഞാനത് ആവർത്തിക്കുന്നില്ല. ഇവിടെ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും പറഞ്ഞ കാര്യമാണ്. എന്തായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം, റിസൾട്ട്? ഞാൻ ഈ തൊട്ടടുത്ത ദിവസം പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. അന്ന് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് കോൺഗ്രസ്സിന് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ സഹായിച്ചു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒന്ന് റിപ്പോർട്ട് ചെയ്തവരാണ് നിങ്ങളൊക്കെ. എന്തുകൊണ്ട് ഹിമാചൽ പ്രദേശിലെ ഈ സംഭവം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ കേരളത്തിൽ സ്വാധീനിക്കില്ല എന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ തോന്നുന്നു? സ്വാധീനിക്കുന്ന ഉറപ്പാണ്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവർ, കോൺഗ്രസ്സിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തവർ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വോട്ട് ചെയ്യും. അല്ല, ഇത്തവണയും ഈ 2020 പിടിക്കാം എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ വരുമെന്നുള്ളതാണ് നിലവിൽ ഹൈക്കമാൻഡിൽ നിന്നൊക്കെ. ആരെവിടെ വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. ഈ സിറ്റിംഗ് MP മാരെ പോലും ഫീൽഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും പറ്റിയിട്ടില്ല. കൺഫ്യൂഷൻ അല്ലേ? ഞങ്ങളിപ്പോൾ എല്ലാവരും ഫീൽഡ് ചെയ്തു, ഞങ്ങളെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു. അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് ഞങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥികളെയും ഫീൽഡ് ചെയ്ത ദിവസം കണ്ടത്. എന്നാൽ സിറ്റിംഗ് MP മാരെ എന്തുകൊണ്ട് ഫീൽഡ് ചെയ്യാൻ പറ്റുന്നില്ല? ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിനെ കൊണ്ടുവന്നു, അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തു. സിറ്റിംഗ് MP മാരിൽ മഹാഭൂരിപക്ഷവും അത്ര പെർഫോമൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. പെർഫോമൻസ് ഇല്ലാത്തവരെ നിർത്തണോ, നിർത്തണ്ടിയോ, ഇനി ഇവിടെ നിർത്തണോ, വേറെ എവിടെയെങ്കിലും മാറ്റി നിർത്തണോ എന്നൊക്കെയുള്ള ചർച്ചയാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കോൺഗ്രസ് പിറകോട്ട് പോയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, എനിക്കിപ്പോൾ സുധാകരനാണോ XOR രാഹുൽ ഗാന്ധിയാണോ എന്നുള്ളതൊന്നല്ല എന്നെയോ ഞങ്ങളെയോ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത
BJP വീണ്ടും അധികാരത്തിൽ വരരുത്, BJPക്കെതിരെ ശക്തമായി ശബ്ദിക്കാൻ കഴിഞ്ഞ തവണ വിശ്വസിച്ച് വോട്ട് ചെയ്ത UDF MPമാർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കണം. BJP ഇതര രാഷ്ട്രീയ പാർട്ടികളെ കോർത്തിണക്കാൻ ഇടതുപക്ഷത്തിന് അംഗബലം ശക്തിപ്പെടുത്തണം. ഈ ഒരു കാഴ്ചപ്പാടാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. ഈ ലോകായുക്ത ബില്ലില് ഇപ്പോൾ രാഷ്ട്രപതി ഇന്നലെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഗവർണർ പൂരിന് ഏറ്റവും പ്രധാനപ്പെട്ട അത് നേരത്തെ നിയമമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യം. സംസ്ഥാനത്ത് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ CPM അത്ര സംഘടനാപരമായ ശക്തിയൊന്നുമില്ല. കോൺഗ്രസും CPM ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളാണ് താനും. ഇപ്പോൾ കിട്ടുന്നതും കിട്ടാത്തയൊക്കെ അവസരത്തിൽ കോൺഗ്രസിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ്. അല്ല, BJP രാജ്യസഭയിൽ വിജയിച്ചതിൽ ദുഃഖിക്കുന്നവരാണ് ഞങ്ങൾ. എന്നാൽ BJP ഹിമാചൽ പ്രദേശിലെ രാജ്യസഭയിൽ വിജയിച്ചതിൽ സന്തോഷിക്കുന്നവരാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഞങ്ങൾ പുറത്തില്ല, കോൺഗ്രസും പുറത്ത് അത്രത്തോളം ഇല്ല. ഓരോ സംസ്ഥാനത്തും BJPയെ നേരിടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാം. UP ആയാലും മഹാരാഷ്ട്ര ആയാലും ബീഹാർ ആയാലും പശ്ചിമ ബംഗാളായാലും തമിഴ്നാടായാലും ഇന്ത്യയിലെ 300-ഓളം സീറ്റ് വരുന്ന സംസ്ഥാനങ്ങളെ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അവിടെയൊന്നും BJPയെ പരാജയപ്പെടുത്താൻ എതിരായി നിൽക്കുന്ന ശക്തമായ പാർട്ടി കോൺഗ്രസ് അല്ല. ഓരോ ഇടങ്ങളിലും ഓരോ സ്റ്റേറ്റിലെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പോൾ നിങ്ങളത്ര ഇല്ല, മറ്റവരത്ര ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട സമയമല്ലത്. BJPക്കെതിരെ എല്ലാവരും ഒന്നിക്കേണ്ട സമയമാണ്. BJPക്കെതിരെ എല്ലാവരും ഒന്നിച്ച് നിന്ന് പോരാടേണ്ട സമയമാണ്. BJPക്കെതിരെ ഒന്നിച്ച് നിന്ന് പോരാടേണ്ട സമയത്ത് ഒറ്റ കൊടുക്കുന്ന പണി, വഞ്ചന കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുന്നു. അത് തുറന്നു കാണിക്കണ്ടേ? എങ്ങനെ അവരെ വിശ്വസിക്കും? കേരളത്തിലെ ഈ വോട്ടർമാർക്കിടയിൽ ഉയർന്നു വരുന്ന ചോദ്യമാണിത്. ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഉൾപ്പെടെ കേരളത്തിലെ വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തും.